ഭഗവത്ഗീത സാംഖ്യയോഗത്തിലെ 23-ാമത്തെ ശ്ലോകം. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാപകഃ നചൈനം ക്ലേദയന്ത്യാവോ ന ശോഷയതി മാരുതക. അതായത് ഈ ആത്മാവിനെ ആയുധം കൊണ്ട് മുറിക്കാൻ സാധ്യമല്ല, അഗ്നിക്ക് ദഹിപ്പിക്കാൻ സാധ്യമല്ല, ജലത്തിന് നനയ്ക്കാൻ സാധ്യമല്ല, കാറ്റിന് ഉണക്കാനും സാധ്യമല്ല എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതായത് ഈ ആത്മാവിനെ യാതൊന്നുകൊണ്ടും മുറിവേൽപ്പിക്കാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ കാണുന്നതെല്ലാം പഞ്ചഭൂതാത്മകമാണ്. ശരീരമാണ് നശിച്ചു പോകുന്നത്. ശരീരം എന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടായതാണ്. അത് നമ്മൾ മരിക്കുമ്പോൾ അത് പഞ്ചഭൂതങ്ങളിലേക്ക് വിഘടിച്ചു പോകും. എന്നാൽ അതിനൊക്കെ കാരണമായിരിക്കുന്ന ഈ ആത്മാവിന് ഒരു തരത്തിലുള്ള നാശവും സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ നിഴലിന് നമ്മെ നശിപ്പിക്കാൻ കഴിയുമോ? നമ്മൾ നീങ്ങുന്നതിനനുസരിച്ചാണ് നിഴൽ നീങ്ങുന്നത്. നിഴലിന് ശരീരത്തിൽ നിന്നും ഭിന്നമായി ഒരു നിലനിൽപ്പോ ഒരു അസ്തിത്വമോ ഇല്ല. അതുപോലെ ഈ ആത്മാവിനെ ആശ്രയിച്ചാണ് എല്ലാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആത്മാവിനെ നശിപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന ഒന്നിനും സാധ്യമല്ല. അഗ്നി, വായു, ജലം, ആകാശം, ഭൂമി ഇതെല്ലാം പഞ്ചഭൂതങ്ങളാണ്. ഇവയുടെ ചേർച്ച കൊണ്ടുണ്ടായതാണ് ഈ ശരീരം. ഈ ശരീരം നമ്മളെ ജീവൻ പോകുമ്പോൾ മണ്ണിലേക്ക് ലയിച്ചു പോകും. എന്നാൽ നമ്മുടെ ഉണ്മ, അസ്തിത്വം അത് ആകാശം പോലെ അനന്തമായിരിക്കുകയാണ്. അതൊരിക്കലും വരികയോ പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് അഗ്നിയിൽ ഈ ശരീരം നശിപ്പിക്കുമ്പോൾ ആത്മാവ് കത്തിപ്പോകുന്നില്ല. ജലത്തിനും അതുപോലെ ഇതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. ഒന്നിനും തന്നെ ഇതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമുക്കാർക്കും തന്നെ മരണം എന്ന, നാശം എന്ന ഒരവസ്ഥ ഇല്ല എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അഗ്നി കൊണ്ട് ദഹിപ്പിക്കുന്നത് പഞ്ചഭൂതമായ ശരീരത്തെ മാത്രമാണ്. ജലം കൊണ്ട് നനയ്ക്കുന്നതും അങ്ങനെ തന്നെ. ആത്മാവിനെ നനയ്ക്കാനോ ഉണക്കാനോ വരട്ടാനോ ഒന്നും തന്നെ സാധ്യമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അത് ആകാശത്തെ പോലെ സർവ്വവ്യാപിയാണ്. അതിന് ഒരു തരത്തിലുള്ള ആപത്തും സംഭവിക്കുന്നില്ല. നമ്മൾ ജനിക്കുന്നു, നിലനിൽക്കുന്നു, മരിക്കുന്നു, പല പരിണാമങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ അതിനെല്ലാം സാക്ഷിയായി നിൽക്കുന്ന ഈ ആത്മാവിന് യാതൊരു തരത്തിലുള്ള പരിണാമമോ പരിവർത്തനമോ വരുന്നില്ല. അത് നിത്യസാക്ഷിയാണ്, നിത്യമുക്തമാണ്. അതുകൊണ്ട് അർജുന, നീ ഇവിടെ ആളുകളെ കൊല്ലുന്നു, കൊല്ലപ്പെടുന്നു എന്ന ഭയമൊന്നും വേണ്ട എന്ന തത്വത്തെ തന്നെയാണ് ഈ മന്ത്രത്തിലൂടെയും കൃഷ്ണൻ അർജുനനെ ബോധിപ്പിക്കുന്നത്. ഈ തത്വം നമ്മൾ നിരന്തരം മനനത്തിലൂടെ ബോധിക്കുമ്പോൾ നമുക്ക് മരണഭയവും കുറഞ്ഞു വരും. കാരണം ശരീരമാണ് ഞാൻ എന്ന ചിന്തയിലാണ് ഭയപ്പെടുന്നത് നശിക്കുമ്പോഴുകൂടി ഞാനും ഇല്ലാതായിപ്പോകും എന്ന് നമ്മൾ ഭയപ്പെടുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് ശരീരം നശിക്കുമെന്ന് ഉള്ളത് വെറും ഭ്രമമാണ്, ചിന്തയാണ്. ശരീരനാശത്തോടുകൂടി ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് ഇവിടെ കൃഷ്ണൻ അർജുനനെ ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് മരണം എന്ന അവസ്ഥ ആത്മാവിനില്ല എന്ന് തന്നെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്.